Hello guys, welcome back to my YouTube channel and this is Petland Palette. അപ്പം ഇത് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം വീഡിയോ ഇട്ടിട്ട് 2 മാസമായി. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത് ഇന്നൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത്. പിന്നെ ഞാൻ സ്കൂൾ തുറന്നതിന് ശേഷം ഭയങ്കര ബിസിയാണ്. എന്ന് വെച്ചാൽ ടൈം ഓരോരോ ഷെഡ്യൂളിൽ എത്തിയില്ല ഇതുവരെ. പിന്നെ നാളെ എനിക്ക് എക്സാമുമാണ്. അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് ഒട്ടും ടൈം കിട്ടിയില്ല. ആൻഡ് ഐ എം വെരി സോറി. ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ ഇന്ന് വീഡിയോ എടുക്കുന്നു. ഇത് ഇന്നത്തെ വെരി ഹാപ്പി ഒരു ന്യൂസാണ് ഫോർ പോർച്ചുഗൽ ഫാൻസ്. ഇന്ന് 4:30 അല്ലായിരുന്നു, 4:30 മാച്ചായിരുന്നു. ഞാൻ കണ്ടില്ല. ഞാൻ അലാറം വെച്ചിരുന്നു ഗൈസ്, എൻ്റെ വാച്ചിൽ ഞാൻ അലാറം വെച്ചിരുന്നു. പക്ഷേ ഇറ്റ് വാസ് എ ഡ്രമാറ്റിക് മിസ്റ്റേക്ക്. ഞാൻ 4:05 വെച്ചത്. 4:05 എന്ന് AM പകരം ഞാൻ PM വെച്ച് കൊടുത്തു. അങ്ങനെ എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി, അതെനിക്ക് കാണാൻ പറ്റില്ല. പക്ഷേ പോർച്ചുഗൽ 2 ഗോൾസ് അടിച്ചു. പിന്നെ മറ്റേ ടീം ഏതായിരുന്നു ഞാൻ മറന്നു ഗൈസ്. അവർ ഒരു ഗോളും അടിച്ചു. ആൻഡ് ഇന്ന് ഞാൻ എണീറ്റ് വന്ന ഉടനെ എനിക്ക് ആര് ജയിച്ചു ഇങ്ങനെ പറയാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. ആൻഡ് നമ്മുടെ ഫാമിലി ഒരു ന്യൂ മെമ്പർ വന്നു. ന്യൂ മെമ്പർ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മീൻസ് ഫാമിലി ലിവിങ് മെമ്പർ അല്ല, പക്ഷെ ദിസ് ഈസ് അവർ ചെറി. ഇത് എൻ്റെ ഡോളാണ്. ഇതാണ് നമ്മളെ ന്യൂ മെമ്പർ. അപ്പം ചെറി ഷീസ് റെഡ്, അതുകൊണ്ടാണ് ഞാൻ ചെറി എന്ന് പേരിട്ടത്. അതൊക്കെ സ്മോൾ ഹാപ്പിനെസ് ആണ്. ഓക്കെ, കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സ്റ്റഡി വ്ളോഗ്സ് അങ്ങനെ കുറച്ച് അങ്ങനത്തെ കാര്യങ്ങൾ ഇടാമോ എന്ന് പറഞ്ഞിട്ട്, റൂം ടൂർ അങ്ങനെയൊക്കെ. ഇതെൻ്റെ റൂമാട്ടോ ഗൈസ്. ദിസ് ഈസ് മൈ റൂം. ദിസ് ഈസ് മൈ സ്റ്റഡി ടേബിൾ. ഇവിടെ ഇരുന്നാണ് എൻ്റെ ഫുൾ പരിപാടീസും. ഇത് എൻ്റെ ബുക്സൊക്കെ ഇവിടെയാണ്. ഇവിടെ ബുക്സ് ഉണ്ട്, താഴെയും ചെറുതുണ്ട്. ഇവിടെ ഞാൻ അവിടെ സാധനങ്ങൾ ഇരിപ്പുണ്ട്. ഇവിടെ പോട്ടൊക്കെ ഉണ്ട്. ഞാൻ പെയിൻറ്റ് ചെയ്ത പോട്ടാണ്. അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങൾ ഇവിടെ ഞാൻ വെക്കാറുണ്ട്. സംടൈംസ് ഞാൻ ഇവിടെ ഇരുന്ന് പഠിക്കും. ആൻഡ് ഇവിടെ ഇങ്ങനത്തെ ഇതുണ്ട്, കമ്പാർട്ട്മെൻറ്റ്. ഇവിടെ കുറേ സാധനങ്ങളുണ്ട്. ഓർഗനൈസർ ഉണ്ട്, എൻ്റെ കാൽക്കുലേറ്റർ ഉണ്ട്. പിന്നെ കുറച്ച് സെറ്റപ്പൊക്കെ ഇവിടെ ഞാൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടെയാണ് ബുക്സ് ഞാൻ കാണിച്ചെന്ന് നോക്കട്ടെ. നോട്ട് ബുക്സും പിന്നെ ടെക്സ്റ്റ് ബുക്സും. നാളെ ഇംഗ്ലീഷാണ് നമുക്ക് എക്സാം വരുന്നത്. സോ ഇതൊക്കെ എൻ്റെ കുറച്ച് അച്ചീവ്മെൻറ്റ്സ് ഉണ്ട്, കുറച്ച് ഒക്കെ ഉണ്ട്. ഇത് നമുക്കൊരു റാലി ഉണ്ടായിരുന്നു സ്കൂളിൽ, സേ നോ ടു ഡ്രഗ്സിൻ്റെ. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ വരച്ച ഒരു ഇതാണ്. ഇതിപ്പോൾ ഇത് തിരിഞ്ഞ് മിറർ സൈഡിലായിരിക്കും കാണാവുന്നത്. കുറച്ച് ഫയൽസൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ഉള്ളത് ട്രോഫി, പിന്നൊരു ലബൂബ്. ഇതെൻ്റെ ഫസ്റ്റ് ലബൂബുമാണ്. പിന്നെ എൻ്റെ വേറൊരു പിക്ചർ പിന്നെ ഇവിടെ ഒരു സർട്ടിഫിക്കറ്റ്. ഇത് മാത്സ് എക്സിബിഷൻ ലാസ്റ്റ് ഇയർ എക്സിബിഷന് ഞാൻ ഒരു പ്രൊജക്റ്റ് ചെയ്തു. അതിൻ്റെ ഒരു അച്ചീവ്മെൻറ്റാണ്. പിന്നെ ദിസ് ഈസ് മൈ അനദർ ഡോൾ. ഇത് സ്കൈ ആണ്, ഹർ നെയിം ഈസ് സ്കൈ. ആൻഡ് ഇവിടെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ലബുണ്ട്. അങ്ങനെ ഇതൊക്കെയാണ് എൻ്റെ സ്റ്റഡി സെറ്റപ്സ്. വലിയ ഇതൊന്നുമില്ല. പിന്നെ ഇതെൻ്റെ വേറൊരു ടേബിളാണ്. ആൻഡ് ഞാൻ പഠിക്കുന്ന സ്കൂൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ക്രൈസ്തവ പബ്ലിക് സ്കൂളിലാണ് പഠിക്കുന്നത്, ആറ്റിങ്ങൽ. ഇപ്പം ഞാൻ 7th ഓർക്കിഡ്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് എൻ്റെ കൊച്ച്
വീഡിയോ സെറ്റപ്പ്സ്. ഞാൻ ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് വീഡിയോ എടുക്കുകയാണ്. ഞാനിപ്പം ലാപ്പിലായിരുന്നു വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം ലാപ്പിലൊരു ക്വാളിറ്റിയും ഇല്ല. എപ്പോഴും നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ടായിരിക്കും കണ്ടിരിക്കുന്നത്, ഈ കർട്ടൻ്റെ ബാക്ക്ഗ്രൗണ്ട്. ഇപ്പോൾ ഞാനത് മാറ്റി പിടിച്ചിട്ട് അമ്മേടെ ഫോണിലാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അതും ലാപ്ടോപ്പിൽ ലോങ് വീഡിയോസ് ഒട്ടും എടുക്കാൻ പറ്റില്ല. ഞാൻ ഒരു പ്രാവശ്യം ഒരു 11 മിനിറ്റുള്ളൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഏത് വീഡിയോ, ബുക്സ് കാണിച്ച വീഡിയോ ആയിരുന്നു. പിന്നീട് വീഡിയോ എടുത്തപ്പം സ്റ്റോറേജ് തീർന്നതാണോ എന്താണെന്ന് എനിക്കറിയില്ല, ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പാവും. അതും ലാപ്ടോപ്പിലൊരു ക്വാളിറ്റിയും ഇല്ല വീഡിയോസ് എടുക്കുമ്പോൾ. അതുകൊണ്ട് ഞാൻ അമ്മയുടെ ഫോണിൽ ഇങ്ങനെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇനിയും കണ്ടൻസൊക്കെ നിങ്ങൾ പറയണം ഗൈസ്, എന്നാലേ എനിക്ക് വീഡിയോ ഇടാൻ പറ്റൂ. സോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. ഇനി ഈ മാച്ച് നല്ല രസമായിരുന്നു എന്നാണ് എല്ലാവരും പറഞ്ഞത്, പോർച്ചുഗലിൽ. പിന്നെ അടുത്ത മാച്ച് വരുന്നത് 7th ജൂലൈ ആണ്. അത് സ്പെയിനും പോർച്ചുഗലും കൂടെയാണ് മാച്ച് വരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ ലിറ്റിൽ ഹാർഡ് ഫോർ ബോത്ത് ടീംസ് ടു വിൻ. ബിക്കോസ് രണ്ട് ടീമും നല്ല ഗ്രേറ്റ് പ്ലെയേഴ്സുള്ള ടീമാണ്. അപ്പം ആർക്കായാലും ജയിക്കാൻ വെച്ചാൽ ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, ഇപ്പം എന്തായാലും പോർച്ചുഗൽ ഫാനാണ്. നിങ്ങൾ ഏത് ടീമാണെന്ന് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. ആൻഡ് ഒരു പ്രഡിക്ഷനും കൂടെ കമൻറ്റ് ചെയ്യുക. ആര് ജയിക്കുമായിരിക്കും എന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഇത് എൻ്റെ ഹാൻഡ് മെയ്ഡ് പെൻസിലാണ്. അങ്ങനെ കുറച്ച് പോർഷനൊക്കെ ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ വർഷത്തെ ആനുവൽ പോർഷൻസ് ആണ് കേട്ടോ. അതൊക്കെയാണ് ഞാൻ ഒട്ടിച്ചിട്ടുള്ളത്. കുറേ സെറ്റപ്സ് ഉണ്ട്. ഞാൻ ഹൗസ് ടൂറൊക്കെ ഇടാം. ഇത് എൻ്റെ റൂമാണ് കേട്ടോ. ഞാനിവിടെ കിടക്കാറില്ല, ഇവിടെ ബെഡുണ്ട്, പക്ഷേ ഞാൻ ഇവിടെ കിടക്കാറില്ല. കിടക്കുന്നത് അപ്പുറത്തെ ബെഡ്റൂമിൽ തന്നെയാണ്. ഇവിടെ ഭയങ്കര ചൂടാണ്, ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, പ്രത്യേകിച്ച് ഈ ഡേ ടൈമിൽ. അതുകൊണ്ട് ഞാൻ ഇവിടെ പഠിക്കാൻ മാത്രമാണ് ഇവിടെ നിൽക്കാറുള്ളത്. ആൻഡ് ദിസ് ഈസ് ദ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക. ഏതൊക്കെ കോണ്ടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണ്, ഏതൊക്കെ വേണമെന്നൊക്കെ ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇപ്പം സൈനിങ് ഓഫ് പെറ്റൽ ആൻഡ് പാലറ്റ്. അടുത്ത വീഡിയോ ആയിട്ട്, കിടിലൻ വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. സൈനിങ് ഓഫ്. പീസ് ഔട്ട്.